നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, വിച്ച് ഇസ് ഡിസംബർ 2024ൻ്റെ നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ we will be discussing about 10 to 12 questions in this particular video. Let's move into it. Okay, so the first question is, an organizational behaviorist develops a tool to measure organizational loyalty. So ആ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആർ ലിസ്റ്റഡ് ഡൗൺ ഹിയർ. നമ്മളത് ഒരു സീക്വൻഷ്യലി അത് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ എസെൻസ് എന്ന് പറയുന്നത്. സോ ദി ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കമ്പ്യൂട്ടിംഗ് ക്രോൺബാക്ക് ആൽഫ, ദെൻ കംസ് establishing a percentile norm, item discrimination, exploratory factor analysis, and item writing. So ഇതിനകത്ത് order starting from the beginning towards the end of that particular tool എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, which starts with item writing, then it is item discrimination, then it is computing Cronbach alpha, then it is exploratory factor analysis, then comes option B, which is establishing percentile norm. So the rationale, why did we come to this particular option is because the first step in generating a particular psychometric tool അല്ലെങ്കിൽ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐറ്റം റൈറ്റിംഗ് ആണ്. അപ്പം ഐറ്റം റൈറ്റിംഗ് ജനറലി നടക്കുന്നത് വേരിയസ് തിയോറിറ്റിക്കൽ ഫ്രെയിം വർക്ക്സിൽ പല, ഫോർ എക്സാമ്പിൾ ഇപ്പം സെൽഫ് എസ്റ്റീം എന്നുള്ളൊരു ഇതിലാണ് നിങ്ങൾക്ക് ഐറ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സെൽഫ് എസ്റ്റീമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയോറിറ്റിക്കൽ ഫ്രെയിം വർക്ക്സ് എടുക്കും. ഏതൊക്കെ തിയറീസ് ആണുള്ളത്, നേരത്തെ ഡെവലപ്പ് ചെയ്ത ഏതൊക്കെ സ്കെയിൽസ് ആണുള്ളത്, എന്തൊക്കെ ക്വാളിറ്റേറ്റീവ് ഇൻപുട്സ് എടുക്കാം. സോ അങ്ങനെ പല ഐറ്റംസ്, ഒരു പൂൾ ഓഫ് ഐറ്റംസ് സെലക്ട് ചെയ്യും ഫ്രോം വേരിയസ് തിയോറിറ്റിക്കൽ ഫ്രെയിം വർക്ക്സ്, പ്രയർ സ്കെയിൽസ് ആൻഡ് qualitative inputs. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് ഇസ് ടു അഷ്യൂർ കണ്ടന്റ് വാലിഡിറ്റി. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പെർട്ടിക്കുലർ ടൂൾ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർട്ടിക്കുലർ ടൂൾ ഹാസ് എവറിത്തിങ് കവേർഡ് ഇൻ ഇറ്റ്സ് ആസ്പെക്ട്സ് ഇസ് proposed by the content validity എന്ന് പറയുന്നത്. That is known as item writing. Okay, the second option is item discrimination. So once നമ്മൾ pool of items generate ചെയ്തു, what are the പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടൂൾ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ദി നെക്സ്റ്റ് പാർട്ട് ഇസ് വെർ വി select items that can discriminate between high and low scorers. So നമ്മുടെ മേജർലി ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മേജർ അജണ്ട തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ പോപ്പുലേഷനുള്ള ആൾക്കാരിൽ ഹൈയും ലോ ആയിട്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. സോ നമ്മൾ ജനറേറ്റ് ചെയ്ത പൂൾ ഓഫ് ഐറ്റംസ്, ജനറേറ്റ് ചെയ്ത പൂൾ ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏറ്റവും ഡിസ്ക്രിമിനേറ്റീവ് പവറുള്ള ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസിനാണ് ഹൈ സ്കോറേഴ്സിനെയും ലോ സ്കോറേഴ്സിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സ്റ്റെപ്പാണ് ഐറ്റം ഡിസ്ക്രിമിനേഷൻ. ആൻഡ് ഇറ്റ് ഹാസ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. അപ്പം ഐറ്റം ടൂൾ കോറിലേഷൻ, ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ്, അങ്ങനെ പല ടൂൾസ് വെച്ചിട്ടാണ് ഐറ്റം ഡിസ്ക്രിമിനേഷൻ സ്റ്റെപ്പ് നടക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. സോ ദിസ് പെർട്ടിക്കുലർ സ്റ്റെപ്പിലാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫാക്ടർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൂളിൻ്റെ അടിയിൽ, ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ അടിയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അണ്ടർലൈ ചെയ്യുന്നു, ദാറ്റ് ഇസ് ഡൺ അണ്ടർസ്റ്റുഡ് ബൈ ദി എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. അപ്പം നമുക്കിപ്പം സെൽഫ് എസ്റ്റീം എന്നുള്ളൊരു പെർട്ടിക്കുലർ ഏരിയയിലാണ് ടൂള് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഇടയിൽ, ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരാം, ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദി എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. ആൻഡ് ദിസ് ഇസ് റിലേറ്റഡ് ടു കൺസ്ട്രക്ട് വാലിഡിറ്റി. അപ്പം കൺസ്ട്രക്ട് എന്ന് പറയുന്നത് എന്താണ് ആ പെർട്ടിക്കുലർ തിയറി അല്ലെങ്കിൽ ഏത് കൺസ്ട്രക്റ്റിനെയാണ് ആ പെർട്ടിക്കുലർ സ്കെയിൽ ഫോളോ ചെയ്യുന്നത് അത് അലൈൻ ചെയ്ത് ടൂൾ ഡെവലപ്പ് ചെയ്യുകയും അതിൽ നിന്നുണ്ടാവുന്ന വാലിഡിറ്റി തന്നെയാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ദി തേർഡ് സ്റ്റെപ്പ് ഇസ് എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. ദെൻ കംസ് കമ്പ്യൂട്ടിംഗ് ക്രോൺബാക്ക് ആൽഫ. നമ്മൾ എങ്ങനെയാണ് ഓരോ ഐറ്റംസ്, നമ്മളിപ്പം ജനറേറ്റ് ചെയ്ത പൂൾ ഓഫ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ഫ്രം ഐറ്റം റൈറ്റിംഗ്, ഫ്രം ഐറ്റം ഡിസ്ക്രിമിനേഷൻ, ഫ്രം EFA, ഈ 3 സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയ ഐറ്റംസ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ച് ഐറ്റം ഹൗ ഇറ്റ് റിലേറ്റ്സ് ടു ഈച്ച് അതർ എന്ന് മനസ്സിലാക്കുന്ന പെർട്ടിക്കുലർ പ്രൊസീജിയറാണ് ക്രോൺബാക്ക് ആൽഫ. ആൻഡ് ദാറ്റ് ഗിവ്സ് ദി ഇന്റേർണൽ കൺസിസ്റ്റൻസി ഓഫ് ദാറ്റ് റിലയബിലിറ്റി സ്കെയിൽ. റിലയബിലിറ്റി തന്നെ പല ടൈപ്സ് ഉണ്ട്. നമുക്ക് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ഉണ്ട്, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി ഉണ്ട്. അപ്പം ഇന്റേർണൽ കൺസിസ്റ്റൻസി, ആ ടെസ്റ്റിലെ ഓരോ ഐറ്റംസ് ഹൗ ദി കോറിലേറ്റ് വിത്ത് ഈച്ച് അതർ ഇന്റേർണലി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്രോൺബാക്ക് ആൽഫ ഉള്ളത്. ആൻഡ് ഫൈനലി വി ഹാവ് എസ്റ്റാബ്ലിഷിംഗ് പെർസെൻറ്റൈൽ നോം. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട്, അതായത് ക്രോൺബാക്ക് ആൽഫ എന്ന സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം വിൽ ഗെറ്റ് എ പെർട്ടിക്കുലർ ടൂൾ. നമ്മൾ ആ സമയത്തോടെ എടുക്കുമ്പോഴത്തേക്ക് വിൽ ഹാവ് ദി എക്സാക്ട് ഐഡിയ വിച്ച് ഓൾ ടൂൾ ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ്. അതിനുശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പെർട്ടിക്കുലർ സ്റ്റെപ്പാണ്
പെർസെൻറ്റൈൽ നോംസ് ജനറേഷൻ എന്ന് പറയുന്നത്. സോ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് കിട്ടുന്ന സ്കോഴ്സ് എങ്ങനെ നമുക്ക് ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഫോൾ ചെയ്യുന്ന പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതിനെയാണ് എസ്റ്റാബ്ലിഷിംഗ് പെർസെൻറ്റൈൽ നോംസ് എന്ന് പറയുന്നത്. സോ ഹൗ വി സ്റ്റാൻഡർഡൈസ് എ പെർട്ടിക്കുലർ ടൂൾ. സോ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് എ ടൂൾ, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾ വായിച്ചു നോക്കുക. എങ്ങനെയാണ് ഒരു ടൂൾ സ്റ്റാൻഡർഡൈസ് ആവുന്നത്? ടൂൾ ഷുഡ് ബി ഒബ്ജക്റ്റീവ്, ഇറ്റ് ഷുഡ് ബി വാലിഡ്, ഇറ്റ് ഷുഡ് ബി റിലയബിൾ, ഇറ്റ് ഷുഡ് ഹാവ് എൻ നോം, it should be standardized. So all these steps ensure that ഈ 4 സ്റ്റെപ്പ്, ഈ 5 സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെ ഒരു ടൂൾ വാലിഡേറ്റഡ് ആവുന്നു ബൈ കൺസ്ട്രക്ട് ആൻഡ് കണ്ടെന്റ് വാലിഡിറ്റി, ബൈ റിലയബിലിറ്റി ആസ് വെൽ ആസ് ഫോർ പെർസെൻറ്റൈൽ നോംസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് വൈ ദിസ് പെർട്ടിക്കുലർ ടെസ്റ്റ്, ദിസ് പെർട്ടിക്കുലർ ടൂൾ ഇസ് ജനറേറ്റഡ് ബൈ ഇൻ ദിസ് പെർട്ടിക്കുലർ ഓർഡർ. I hope it's clear. The next question is, which of the following is not a property that makes scales of measurement different from one another? പല ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ, റേഷ്യോ, അങ്ങനെ പല ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ട്. സോ ഏത് പ്രോപ്പർട്ടിയാണ് among these four is not a property of scales of measurement? The answer is triangulation, because all other properties, അതായത് മാഗ്നിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഈക്വൽ ഇൻ്റർവെൽസ് ആയിക്കോട്ടെ, ആബ്സല്യൂട്ട് സീറോ ആയിക്കോട്ടെ, all the other properties are associated with a particular scale of measurement. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റിഫ്ലെക്ട്സ് an order or ranking of values. ഇപ്പോൾ 3, 2, 1 എന്നൊക്കെ പറയുന്ന കൊടുക്കുന്ന വാല്യൂസ്, അതിൻ്റെ ഒരു ഓർഡർ, അതിൻ്റെ ഒരു അളവ്, ദി എമൗണ്ട് ഒക്കെ മനസ്സിലാക്കുന്നത് മാഗ്നിറ്റ്യൂഡ് എന്നൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഓർഡിനൽ സ്കെയിലിൽ കാണാം, ഇൻ്റർവെൽ സ്കെയിലിൽ കാണാം, റേഷ്യോ സ്കെയിലൊക്കെ കാണാം. അതേസമയം ഈക്വൽ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്, ഒരു പെർട്ടിക്കുലർ ലെവൽ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി അതർ ബേസ്ഡ് ഓൺ വിച്ച് ദ ഡിഫറൻസ് ഇസ് ഈക്വൽ ഇൻ്റർവെൽ എന്ന് പറയും അല്ലേ? അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിറ്റ്സ് ഇസ് കൺസിസ്റ്റൻറ്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 10 - 20 or 20 to 30, ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ, ആ പെർട്ടിക്കുലർ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇസ് കോൾഡ് ഈക്വൽ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. സോ ദിസ് പെർട്ടിക്കുലർ property can be seen within interval as well as ratio scales of measurement. And then we have the third property called absolute zero. What is absolute zero now? The true indicating 0 point, absence of a particular variable, 0 kg or 0 centimeter, and no weight, no measurement MLA. That is only found within the ratio scale. That is why the ratio scales are often preferred in a much larger scale when absolute zero is necessary. അപ്പം ഈ 3 പ്രോപ്പർട്ടീസ് ക്യാൻ ബി സീൻ ത്രൂ ഔട്ട് ഓൾ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്. പക്ഷേ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് among the options was not a particular property of scales of measurement. Instead, triangulation എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മിക്സ്ഡ് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണ് ഒരു റിസർച്ച് നടത്താൻ, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഉപയോഗിച്ച് റിസർച്ച് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ റിസർച്ച് മെത്തേഡാണ്. റാദർ ദാൻ ഇറ്റ് ബീങ് എ part of a scales of measurement, it is a research method to increase credibility and validity of data within mixed methods of research. Okay, so that is why triangulation is the correct answer for this particular question. The next question is, which of the following doctrine asserts that individual person is neither part of, no different from, nor a modification of supreme consciousness? ഈ താഴെ പറയുന്ന ഡിഫറെൻറ്റ് ഡോക്ട്രിൻസിൽ നിന്ന് ഏത് ഡോക്ട്രിനാണ് വിച്ച് ടെൽസ് ദാറ്റ് ഇൻഡിവിജ്വൽ ആസ് എ പേഴ്സൺ ഇസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം മോഡിഫിക്കേഷൻ ഓഫ് സുപ്രീം കോൺഷ്യസ്നെസ്? ആൻഡ് ദി ആൻസർ ഇസ് അദ്വൈത. ഓക്കെ, വൈ അദ്വൈത? അദ്വൈത എന്ന് പറയുന്നത് ഒരു നോൺ ഡ്യുവലിസ്റ്റിക് സ്കൂൾ ഓഫ് ഹിന്ദു ഫിലോസഫിയാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് പെർട്ടിക്കുലർ അദ്വൈത ഇറ്റ് സെൽഫ് മീൻസ് നോട്ട് ഡിഫറെൻറ്റ്. സോ അദ്വൈത പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രെമിസസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെൽഫ് അല്ലെങ്കിൽ ആത്മാ അല്ലെങ്കിൽ ദി ഇൻഡിവിജ്വൽ റൂട്ട് ഓഫ് വൺസ് ഓൺ സെൽഫ് ഇസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം സുപ്രീം കോൺഷ്യസ്നെസ്. ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും ഒന്നാണ് എന്നാണ് അദ്വൈത പറയുന്ന മേജർ പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പം ദി വേൾഡ് ഓഫ് മൾട്ടിപ്പിൾസ്, നമ്മുടെ ചുറ്റും നമുക്ക് മൾട്ടിപ്പിളായിട്ട് പല കാര്യങ്ങളും തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ സെൽഫും സുപ്രീം കോൺഷ്യസ്നെസ്സും രണ്ടായിട്ട് തോന്നുന്നത് ഒരു മായ മാത്രമാണ്, അതൊരു ഇല്യൂഷൻ ആണ് എന്നാണ് അദ്വൈത വേദാന്ത പറയുന്നൊരു കാര്യം. സോ ദി സെപ്പറേഷൻ ഓഫ് സെൽഫ് ആൻഡ് ബ്രഹ്മ അല്ലെങ്കിൽ സുപ്രീം കോൺഷ്യസ്നെസ് ഇസ് ആക്ച്വലി ഡ്യൂ ടു ഇഗ്നറൻസ് എന്നാണ് അദ്വൈത പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലിബറേഷൻ കിട്ടാൻ അല്ലെങ്കിൽ ഒരു മോക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്
ത്രൂ സെൽഫ് റിയലൈസേഷൻ, നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോൾ, നമ്മളെ തന്നെ കൺസിഡറേറ്റ് ആവുമ്പോഴാണ് ലിബറേഷൻ നടക്കുകയും, ആൻഡ് ദാറ്റ് ഈസ് വെൻ both the Atma and the Supreme Consciousness becomes one എന്നാണ് അദ്വൈത പറയുന്നൊരു കാര്യം. However, Jainism, Buddhism, Ayurveda, ഇത് three different doctrines teaches a different aspect of their own doctrines. അപ്പം ജെയിനിസം പറയുന്നത് ടീച്ചേഴ്സ് ഓൾ ലോട്ട് അബൌട്ട് പ്ലൂറലിസം, എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഡ്യുവലിസ്റ്റിക് ആണ്, ഇൻഡിവിജ്വൽസിന് മൾട്ടിപ്പിൾ സെൽഫ്സ് ഉണ്ട്, സോൾസ് ഉണ്ട് എന്നാണ് ജെയിനിസം പറയുന്നത്. Buddhism actually it doesn't talk a lot about consciousness, the supreme consciousness, and Ayurveda, it is a health and a life science, and it doesn't talk a lot about self consciousness unity. Okay, so a particular doctrine that looks into both individual self as well as the supreme consciousness എന്ന് പറയുന്നത് as one single entity എന്ന് പറയുന്നത് അദ്വൈത വേദാന്ത എന്നാണ്. Okay, I hope it's clear. The next question is, syllogistic reasoning consists of among ഈ 5 ഓപ്ഷൻസിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ആക്ച്വലി സില്ലോജിസ്റ്റിക് റീസണിങ്ങിൻ്റെ ഭാഗമാണ് എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുവാണ് റീസണിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി റൂട്ട്സ് ഓഫ് റീസണിങ്. സോ ഈച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇറ്റ് ക്യാൻ ബി an anchor point. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് your understanding about what reasoning is, what problem solving is, what decision making is, what cognition is in general. So nettil prepare cheyna samayathe make sure that each question is a starting point onto which you add on information. Okay, so reasoning itself is a process, itself is a cognitive process where നമ്മൾ എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾക്ക് അർത്ഥം കൊടുക്കുക, എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രോസസ് കോൾഡ് റീസണിങ്. ആൻഡ് റീസണിങ് ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ്. ദി ഫസ്റ്റ് ടൈപ്പ് ഇസ് ഡിഡക്റ്റീവ് റീസണിങ്. ഒരു ജനറൽ ഐഡിയയിൽ നിന്ന്, ജനറലി നോൺ ആയിട്ടുള്ള ഐഡിയയിൽ നിന്ന് നമ്മളത് ഡെഡ്യൂസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു സിംഗിൾ ഐഡിയയിലേക്ക് വരുന്നതിനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അതേ സമയത്ത് there's another particular type called inductive reasoning. Inductive reasoning എന്താണ്? From specific instances, ഓരോ കുഞ്ഞു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസിൽ നിന്ന് നമ്മൾ ജനറൽ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സില്ലോജിസ്റ്റിക് റീസണിങ് is actually a part of deductive reasoning. Okay, and deductive reasoning itself has various other types. So അതാണ് ഞാൻ പറഞ്ഞത്, each net question make it as an opportunity to explore more on this particular aspect of it. അപ്പം deductive reasoningൻ്റെ ഒരു ടൈപ്പാണ് സില്ലോജിസ്റ്റിക് റീസണിംഗ്, വേറൊരു ടൈപ്പാണ് കണ്ടീഷണൽ റീസണിംഗ് എന്ന് പറയുന്നത്. പ്ലീസ് റീഡ് a lot about it, understand what these are and have an idea on it. Okay, so in this particular question, syllogistic reasoning consists of which among these options എന്നാണ് ചോദ്യം. So and the correct answer is the option 4, because syllogistic reasoning consists of 2 premises and a conclusion. And then syllogistic reasoning can either, the terms within the syllogistic reasoning premises can be either positively stated അല്ലെങ്കിൽ negatively stated. Positive items negative items ഉണ്ടാവാം within that particular syllogism. And finally syllogism valid ആവാം invalid ആവുകയും ചെയ്യാം. That is why we select the option for A, B, C are the ones that are inclusive of syllogistic reasoning. Okay, so all men are mortal, Socrates is a man, therefore Socrates is mortal എന്ന് പറയുന്നത് ഒരു ടു പ്രമിസസിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അതായത് 2 ജനറൽ ഐഡിയാസിൽ നിന്ന് 1 കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുക. പെർട്ടിക്കുലർലി ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എ ടൈപ്പ് ഓഫ് ഡിഡക്റ്റീവ് റീസണിംഗ് കോൾഡ് സില്ലോജിസ്റ്റിക് റീസണിംഗ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ 2 പ്രമിസസിൽ നിന്ന് 1 കൺക്ലൂഷനിലേക്ക് വരികയാണ്. that is why we selected option A. The choice A. Then we have terms may appear in affirmative or negative sense. For example, all x are y അല്ലെങ്കിൽ no x is y. അപ്പോൾ അതുകൊണ്ട് തന്നെ premises എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നമുക്ക് പോസിറ്റീവ്ലിയും സ്റ്റേറ്റ് ചെയ്യാം, നെഗറ്റീവ്ലിയും സ്റ്റേറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ സില്ലോജിസം ആർ ടെസ്റ്റഡ് ഫോർ ലോജിക്കൽ വാലിഡിറ്റി. ഒരു ലോജിക്കൽ തോട്ട്, അതായത് സില്ലോജിസം നമുക്ക് എന്താ ലോജിക്കൽ തോട്ട് വഴി ടെസ്റ്റ് ചെയ്യാം. പ്രമിസസ് ട്രൂ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. സോ സില്ലോജിസം ക്യാൻ ബി ടെസ്റ്റഡ് ഫോർ ലോജിക്കൽ വാലിഡിറ്റി. ഹവെവർ ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടീഷണൽ റീസണിങ്ങിൻ്റെ ഭാഗമാണ്, വിച്ച് ഇസ് അനദർ ടൈപ്പ് ഓഫ് ഡിഡക്റ്റീവ് റീസണിങ്. അപ്പം ഇഫ് ദിസ് ഇസ് ട്രൂ, that will be false എന്നുള്ളതൊക്കെ ഇഫ് ദെൻ റീസണിങ്ങിനകത്ത് വരുന്നതാണ്. അഗെയിൻ ഇഫ് ദെൻ റീസണിങ്ങിൻ്റെ ഭാഗമാണ് അഫേമിങ് ആൻറ്റിസിഡൻസും ഡിനൈയിങ് ആൻറ്റിസിഡൻസും. ഇതെല്ലാം ഇഫ് ദെൻ റീസൺസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡിയും ഇയും സെലക്ട് ചെയ്യാഞ്ഞത്. സോ ദാറ്റ് ഇസ് വൈ വി ടോൾഡ് ദാറ്റ് ഓപ്ഷൻ എ, ബി, സി ആർ ദി കറക്റ്റ് ഓപ്ഷൻസ് വിച്ച് accompany syllogistic reasoning. The next question is arrange the factors of factor analysis as per steps involved. So നമ്മൾ നേരത്തെ ടൂൾ ഡെവലപ്മെൻറ്റിനെ പറ്റി പറഞ്ഞല്ലേ, എങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൂൾ ഡെവലപ്പ് ചെയ്യാം. അല്ലാതെ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പായിരുന്നു ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ആ ഫാക്ടർ അനാലിസിസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പല സ്റ്റെപ്സ് ഇൻക്ലൂഡ് ഫാക്ടർ നെയിമിംഗ്, KMO, Bartlett ടെസ്റ്റ്, ഫാക്ടർ റൊട്ടേഷൻ, കമ്പ്യൂട്ടേഷൻ ഓഫ് കോറിലേഷൻ മാട്രിക്സ് ആൻഡ് ഫാക്ടർ എക്സ്ട്രാക്ഷൻ. അപ്പം ഇതിനകത്ത് എന്താണ് ആ പെർട്ടിക്കുലർ ഓർഡർ എന്നാണ് ചോദ്യം. The correct option is DBECA. Okay, D which is computation of correlation matrix, B which is KMO Bartlett test, E which is factor extraction, C it is factor rotation, and finally factor naming. So ഈ ഒരു particular question actually നമുക്ക് elimination method വഴിയും ചെയ്യാം and പല different other techniques വഴിയും ചെയ്യാം. In this particular question നമുക്ക് നോക്കാം എന്താണ് each question meaning എന്ന് പറയുന്നത്. Let's see. Okay, each option, each point in that particular factor analysis എന്താണെന്ന് നോക്കാം. So the first step നമ്മൾ ചെയ്യുക for factor analysis is correlation matrix. How ഒരു പെർട്ടിക്കുലർ സ്കെയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ടൂൾ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന എല്ലാ വേരിയബിൾസും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആവുന്നു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൂളാണ്, പെർട്ടിക്കുലർ ടെക്നിക്കാണ് കോറിലേഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫാക്ടർ അനാലിസിസ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഡെഫിനറ്റ്ലി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയബിൾസ് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് കോറിലേഷൻ മാട്രിക്സ് ഉള്ളത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഇസ് ഡൺ ഫോർ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് KMO ഓർ Bartlett ടെസ്റ്റ്. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു അസസ് ഫാക്ടർ അനാലിസിസ് സൂട്ടബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം KMO ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളിംഗ് സൈസ്, ഈ വേരിയബിൾസ് സെലക്ട് ചെയ്യുകയും നമ്മൾ കണ്ടുപിടിച്ച വേരിയബിൾസ് സെലക്ട് ചെയ്തതൊക്കെ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സാമ്പിൾ സൈസിൽ നിന്നാണോ, നമുക്കൊരു പെർട്ടിക്കുലർ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്ന സാമ്പിൾ സൈസിൽ നിന്നാണോ, സാമ്പിളിംഗ് അപ്രോപ്രിയേറ്റ് ആയിരുന്നോ, സാമ്പിളിംഗ് ആഡിക്വേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് KMO ടെസ്റ്റുകളുള്ളത്. അതേസമയത്ത് Bartlett ടെസ്റ്റ് ഉള്ളതെന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച കോറിലേഷൻസ് ഇല്ലേ, വേരിയബിൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണെന്ന് പറയുന്നില്ലേ വിത്തിൻ ദി കോറിലേഷൻ മാട്രിക്സ്. അപ്പം ആ കോറിലേഷൻസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് Bartlett ടെസ്റ്റ് ഉള്ളത്. സോ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വിത്തിൻ ഫാക്ടർ അനാലിസിസ് എന്നാണ്. ദി തേർഡ് സ്റ്റെപ്പ് ഇസ് ഫാക്ടർ എക്സ്ട്രാക്ഷൻ. അപ്പം ഒരു പെർട്ടിക്കുലർ ഐറ്റം, ഒരു പെർട്ടിക്കുലർ വേരിയബിൾസ് വെച്ചാൽ സെൽഫ് എസ്റ്റീമിന് തന്നെ പല സെപ്പറേറ്റ് അതിൻ്റെ തന്നെ അടിയിൽ വരുന്ന പല വേരിയബിൾസ് ഉണ്ടാവും. സോ അല്ലെങ്കിൽ പല സ്മോളർ സബ് ഡിവിഷൻസ് ഉണ്ടാവും, സ്മോളർ ലേറ്റൻറ്റ് ഫാക്ടേഴ്സ് എന്ന് തന്നെ പറയും. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ടർ എക്സ്ട്രാക്ഷൻ ഉള്ളത്. അതായത് ഒളിഞ്ഞു കിടക്കുന്ന, ലേറ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ഫാക്ടേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫാക്ടർ എക്സ്ട്രാക്ഷൻ ഉള്ളത്. അതിന് പല ടെക്നിക്സ് ഉണ്ട്. ഇപ്പം പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് അനാലിസിസും പ്രിൻസിപ്പൽ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന പല ടെക്നിക്ക് വഴിയാണ് ഫാക്ടർ എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫാക്ടർ റൊട്ടേഷൻ. അപ്പം നമ്മൾ ആദ്യം കോറിലേഷൻ മാട്രിക്സ് ചെയ്തു, പിന്നെ KMO ടെസ്റ്റ് വഴി മനസ്സിലാക്കി ഫാക്ടർ അനാലിസിസ് സൂട്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കി, പിന്നെ നമ്മൾ ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷവും ചിലപ്പം ഒരു വേരിയബിൾ, ഒരു ഐറ്റം ചിലപ്പം പല ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ കോറിലേറ്റ് ചെയ്യുമായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ലവ് മൈ ജോബ് എന്നുള്ളത് ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു ഫാക്ടറിലും വേറെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഫാക്ടറിലും ചിലപ്പോൾ അത് കോറിലേറ്റ് ചെയ്തേക്കാം. സോ ഈവൻ ആഫ്റ്റർ ഫാക്ടർ എക്സ്ട്രാക്ഷൻ it is very much necessary for us to
do a particular kind of rotation called factor rotation. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ പിക്ചർ ബ്ലേർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പിക്ചർ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ദൂരെയും അടുത്തും വെച്ചും ഒക്കെ നോക്കില്ലേ. അപ്പോൾ അത് ആ ബ്ലറിനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ മെസ്സി ആയിട്ട് കിടക്കുന്ന എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ, കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ടർ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കുകൾ നടത്തുക. അപ്പം ഒന്നെങ്കിൽ ഫാക്ടർ റൊട്ടേഷൻ, ഓർത്തോഗോണൽ റൊട്ടേഷൻ നടക്കാം, വേർ ഇറ്റ്സ് എൻ അസംഷൻ വിത്തിൻ ഓർത്തോഗോണൽ റൊട്ടേഷൻ ദാറ്റ് ഫാക്ടേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷനും ഇല്ല എന്നുള്ളതാണ് ഓർത്തോഗോണൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് റൊട്ടേഷനാണ് ഒബ്ലിക് റൊട്ടേഷൻ. ഫാക്ടേഴ്സിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് അസ്യൂം ചെയ്യുകയും ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ റൊട്ടേഷനാണ് ഒബ്ലിക് റൊട്ടേഷൻ. അപ്പോൾ ഒബ്ലിക് റൊട്ടേഷൻ അലൗസ് ഫോർ എ പെർട്ടിക്കുലർ ഐറ്റം ടു ഹാവ് കോറിലേറ്റഡ് ടു മോർ ദാൻ വൺ ഫാക്ടർ എന്നുള്ളതാണ്. പക്ഷേ ഓർത്തോഗോണൽ റൊട്ടേഷൻ ഒരു ഐറ്റത്തിന് ഒരു ഫാക്ടറേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു സ്ട്രിക്റ്റ് റൂൾ ഫോളോ ചെയ്യുന്നതാണ് ഓർത്തോഗോണൽ റൊട്ടേഷൻ. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് റൊട്ടേഷൻസ് ഡൺ to make that messy factor analysis into much more clearer sense. And finally we have factor naming. നമ്മൾ വേരിയബിൾസ് എല്ലാം ഒരു പെർട്ടിക്കുലർ ഫാക്ടറിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ഫാക്ടറിലേക്ക് അത് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടർ പേര് കൊടുക്കുകയാണ്. ലൈക്ക് സച്ച് ആസ് ലീഡർഷിപ്പ് ക്വാളിറ്റിന്നോ വർക്ക് ലൈഫ് ബാലൻസെന്നോ അങ്ങനെ പല പേര് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ് ഫാക്ടർ നെയിമിംഗ്. സോ ദീസ് ആർ ദ മേജർ techniques used within factor analysis, and this is how you answer this particular question. Okay, now the next part is next question is ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ഈ എല്ലാ ടോപ്പിക്സ്, all of these topics are actually from social psychology, and it majorly talks about stereotypes, prejudice, എങ്ങനെയാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, അതെങ്ങനെ prejudice ആയി മാറാം, അതെങ്ങനെ prejudice discrimination ആയി മാറാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. Okay, so the first one, which is realistic conflict theory. Among the list 2, ഏത് ഓപ്ഷൻ ആയിരിക്കാം ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവുക? Any idea? The option 2 is the answer for this, which means ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പല തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പം റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി പറയുന്നത് ഇറ്റ്സ് ആൻ എക്കണോമിക് പെർസ്പെക്റ്റീവ് ഫോർ സ്റ്റീരിയോ ടൈപ്സ്. അപ്പം സ്റ്റീരിയോ ടൈപ്സ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രെജുഡിസ് ഉണ്ടാവുന്നത് വളരെ കുറച്ച് റിസോഴ്സസ് ഉള്ള സമയത്ത് ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് കാരണമാണ് എന്നാണ് റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇപ്പം രണ്ട് ഗ്രൂപ്പുകാർ ഒരു പെർട്ടിക്കുലർ ലാൻഡിന് വേണ്ടി വാദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കുറേ ടൈപ്പ് ഓഫ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവുന്നു എന്നുള്ളത് ആക്ച്വലി ഈ റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറിയുടെ ബേസിൽ നിന്നുണ്ടാവുന്ന ഐഡിയ ആണ്. ദി സെക്കൻഡ് ഓപ്ഷൻ ഇസ് സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി. അപ്പോൾ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ് സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പം ഇറ്റ് അലൈൻസ് ടു ഓപ്ഷൻ 3 within list 2. So social identity theory talks about how people favor in-group over out-group to enhance self-esteem. നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ ഇൻ-ഗ്രൂപ്പിൽ ഫേവർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി എന്ന് പറയുന്നത്. അപ്പം ഫാൻസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ക്ലബ് ഫാൻസ് മറ്റ് ടീംസിൻ്റെ ഫാൻസിനെ മോക്ക് ചെയ്യുന്നത് ഒക്കെ ഈ ആക്ച്വലി ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറിയുടെ ഭാഗമായിട്ട് വരുന്ന പ്രോസസ്സുകളാണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ famous social psychologist Tetchfeld. His experiments are widely known. Please look into what minimal paradigm theory is all about. Minimal group paradigm എന്നുള്ള എക്സ്പെരിമെൻ്റ് ആണ് which talks a lot about social identity theory. Please look into it. അതുപോലെ തന്നെ റോബേർട്സ് കേവ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നൊരു എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. അത് ആക്ച്വലി അഗൈൻ എങ്ങനെയാണ് നമ്മൾ വളരെ ആക്സിഡൻ്റലി ഉണ്ടാകുന്ന ഗ്രൂപ്പിൽ നിന്നുപോലും ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ബയസുകൾ ജനറേറ്റ് ആവുകയും അത് സ്റ്റീരിയോ ടൈപ്സിൻ്റെയും പ്രെജുഡിസിൻ്റെയും ഭാഗമാവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു പെർട്ടിക്കുലർ തിയറിയാണ്, എക്സ്പെരിമെൻ്റ് ആണ് റോബേർട്സ് കേവ് എക്സ്പെരിമെൻറ്റ്. പ്ലീസ് ലുക്ക് ഇൻ ടു ഓൾ ദോസ് ആസ് വെൽ. കാരണം ഇതെല്ലാം അസോസിയേറ്റഡ് ആയിട്ട് കിടക്കുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ് വിച്ച് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ other questions as well. So that is what I said. Each
question, make it as an anchoring point or starting point to explore more on it. Okay, and then there is something called contact hypothesis. അപ്പോൾ contact hypothesis actually ഒരു counter act for prejudice ആണ്, where direct contact between two groups, അപ്പം രണ്ട് groups who have hostility among themselves അല്ലെങ്കിൽ stereotypes among themselves reduce to their prejudices when they are brought into direct contact, provide that conditions are favorable. പല specific conditions ഉണ്ടെങ്കിൽ direct contact between these groups അത് കാരണം അവരുടെ prejudice കുറയുന്ന ഒരു particular hypothesis-നെയാണ് contact hypothesis എന്ന് പറയുന്നത്. So these are the different aspects on how prejudices, stereotypes can be reduced. അതുപോലെ തന്നെ jigsaw classroom, അങ്ങനെ പല different types ഉണ്ട് how prejudices are reduced. അപ്പം please look into all these to understand what are the different strategies how prejudices and stereotypes can be reduced. And finally, the next the next option was relative deprivation theory. അപ്പം ഈ ഒരു particular theory പ്രകാരം മറ്റൊരാൾക്കൊരു പെർട്ടിക്കുലർ കാര്യം ഉണ്ടാവുകയും നമുക്ക് ആ കാര്യം ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടെന്റ് ഓർ ഡിസ്കംഫർട്ടിനെയാണ് റിലേറ്റീവ് ഡെപ്രിവേഷൻ തിയറി സ്ട്രെസ് ചെയ്യുന്നത്. Majorly how jealousy and all other things happen, how we feel jealous about a particular person is all because of അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ തിയറിയാണ് റിലേറ്റീവ് ഡെപ്രിവേഷൻ തിയറി. അപ്പം എനിക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സാലറി കിട്ടുകയും അന്നേരം ഞാൻ വളരെ ഹാപ്പി ആവുകയും പിന്നെ ലേറ്റർ ഓൺ വേറൊരു പുതിയ നമ്മുടെ ഒരു കൊളീഗ് വരുന്ന സമയത്ത് ആ കൊളീഗിൻ്റെ സാലറി ഇസ് ഹയർ ദാൻ അസ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു ഡിസ്കണ്ടെന്റ് ഇൻ ആ സാലറി തോന്നുന്നൊരവസ്ഥേനെയാണ് റിലേറ്റീവ് ഡെപ്രിവേഷൻ തിയറി സജസ്റ്റ് ചെയ്യുന്നത്. സോ പ്ലീസ് ലുക്ക് ഇൻ ടു ഓൾ ദോസ് ആസ് വെൽ. Okay, the next question is the concept of glass cliff refers to which among these options? Glass cliffum glass ceilingum talks a lot about how gender works in organizational settings, particularly women ആണ് priority കൊടുക്കുന്നത് അല്ലെങ്കിൽ minority category. Women or minority categories, how they are influenced within a particular organizational setup. അതിലുണ്ടാവുന്ന ബയസുകളാണ് ഗ്ലാസ് ക്ലിഫ് ആൻഡ് ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഗ്ലാസ് ക്ലിഫ് എന്ന് പറയുന്നത് ദി കറക്റ്റ് ഓപ്ഷൻ ഇസ് when women and minorities are seen as better leaders because of their ability to manage crisis. ആക്ച്വലി ഇതൊരു ബയസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമനെയും മൈനോറിറ്റീനെയും ലീഡർഷിപ്പ് പൊസിഷനിൽ പ്രൊമോട്ട് ചെയ്യുകയാണ്, പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ്സ് സിറ്റുവേഷൻ ഇസ് എ ക്രൈസിസ് സമയത്ത് മാത്രം അല്ലെങ്കിൽ ഡൗൺ ടേൺ ഉണ്ടാവുകയും ഫെയിലിയർ ഉണ്ടാവാൻ സാഹചര്യമുള്ള സമയത്ത് വിമനെ മൈനോറിറ്റി ഗ്രൂപ്പ് അംഗങ്ങളെയും ലീഡർഷിപ്പ് പൊസിഷനിൽ ആക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ഗ്ലാസ് ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അത് ഉണ്ടാവുകയും എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ എതിരെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റീരിയോടൈപ്സ് പ്രെജുഡിസുകൾ വീണ്ടും റെയിൻഫോഴ്സ് ആവുന്ന പെർട്ടിക്കുലർ പ്രോസസ്സാണ് അല്ലെങ്കിൽ എഫക്റ്റിനെയാണ് ഗ്ലാസ് ക്ലിഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത് വിമൻ ഓർ മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ ദേ കാൺ മൂവ് ടുവേർഡ്സ് ലീഡർഷിപ്പ് റോൾ, ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് എത്താൻ പറ്റും ഈവൻ വെൻ ദേ ഹാവ് എ ലോട്ട് ഓഫ് qualifications or lot other experiences. എന്തോ ഒരു തടസ്സം, എന്തോ ഒരു ബാരിയർ കാരണം they can't reach the higher levels of organizationനെയാണ് ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഓൾമോസ്റ്റ് all the നെറ്റിൽ ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് ഗ്ലാസ് ക്ലിഫും ഗ്ലാസ് സീലിംഗും. മേക്ക് ഷുവർ യു നോ ദി ആൻസർ ഫോർ ഇറ്റ്. Okay. The next question is, in Piaget's cognitive development stages, a fully developed sense of object permanence appears at stage. ഇപ്പം ജീൻ പിയാജെയുടെ ഹ്യൂമൻ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് തിയറീസിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. ആൻഡ് ഇറ്റ് ടോക്സ് എ ലോട്ട് അബൌട്ട് ഹൗ എ ചൈൽഡ് പ്രോഗ്രസ്സസ് in their initial years of lifetime towards their adult stage. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പിയാജെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നൊരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെൻ്റ് ആണ്, ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അത് ഏത് സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് വിത്തിൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് മുൻപ് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് അറിയണം. സോ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമ്മളത് ഹൈഡ് ചെയ്താലും അല്ലെങ്കിൽ അത് കാണുകയോ കേൾക്കുകയോ
തൊടാനോ പറ്റിയില്ലെങ്കിലും ആ ഒബ്ജക്റ്റ് അവിടെ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. സോ ഏർലിയർ നമ്മൾ കുഞ്ഞു പിള്ളേർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ബർത്ത് ഓർ 6 months 1 year ഓൾമോസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സീ ഒരു പെർട്ടിക്കുലർ സാധനം ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്കത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ പോലും ഉണ്ടാവില്ല. ബട്ട് ആസ് ദേ പ്രോഗ്രസ് ബൈ വി ക്യാൻ സീ ദാറ്റ് വൺസ് യു ഹൈഡ് എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ദേ ടെൻ ടു സെർച്ച് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പം ആ ഒരു സെർച്ചിങ് ആക്ടിവിറ്റി അത് ഒരു പെർട്ടിക്കുലർ ക്ലോത്ത് നമ്മൾ ഹൈഡ് ചെയ്ത ക്ലോത്ത് മാറ്റി നോക്കാനൊക്കെ കാണിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ചൈൽഡ് ഹാസ് റീച്ച്ഡ് ഒബ്ജക്റ്റ് പെർമനൻസ്. ആ ഒബ്ജക്റ്റ് പെർമനൻ്റ് ആയി ഉണ്ട്, കാണാൻ പറ്റുക, cannot be seen ആയാലും ടച്ച്ഡ് ആയാലും ഹേർഡ് ആയാലും സ്റ്റിൽ ദാറ്റ് ഒബ്ജക്റ്റ് എക്സിസ്റ്റ് എന്നുള്ളൊരു ഐഡിയ ആണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ് സെൻസറി മോട്ടർ സ്റ്റേജ്. 4 സ്റ്റേജസ് ഓഫ് പിയാഷെയിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടർ സ്റ്റേജിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് മൈൽ സ്റ്റോൺ ആണ്. സോ എത്ര സെൻസറി പെർസെപ്ഷൻ കിട്ടിയില്ലെങ്കിലും സ്റ്റിൽ ദാറ്റ് ഒബ്ജക്റ്റ് എക്സിസ്റ്റ് എന്നുള്ളൊരു ഐഡിയ ആണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. സോ വിത്തിൻ സെൻസറി മോട്ടർ സ്റ്റേജസിൽ തന്നെ ദർ ആർ 6 ഡിഫറെൻറ്റ് സബ് സ്റ്റേജസ് ആസ് വെൽ. പ്ലീസ് മേക്ക് ഷുവർ യു ആർ എക്യുപ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ നോളജ് ഓൾസോ. അപ്പം ഓരോ സ്റ്റേജിനും അതിൻ്റെതായ സബ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അല്ലാതെ പെർട്ടിക്കുലർലി ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് സെൻസറി മോട്ടർ സ്റ്റേജിന് 6 സെപ്പറേറ്റ് ആയിട്ടുള്ള സബ് സ്റ്റേജസ് ഉണ്ട്. അപ്പം അതിനകത്തെയാണ് ആദ്യത്തെയാണ് റിഫ്ലെക്സസ്. അപ്പം ഇപ്പോൾ സക്കിംഗ് റിഫ്ലെക്സ്, ഗ്രാസ്പിംഗ് റിഫ്ലെക്സ്, ബാബിൻസ്കി റിഫ്ലെക്സസ്. അപ്പം ഏതൊക്കെയാണ് റിഫ്ലെക്സസ് എന്നുള്ളതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. മേക്ക് ഷുവർ യു നോ ഓൾ ദീസ് റിഫ്ലെക്സസ് ആസ് വെൽ. So first substage is called reflexes. Second substage is called first habits and primary circular reactions. Circular reactions എന്ന് പറഞ്ഞാൽ ഒരു റിപ്പിറ്റേറ്റീവ് ആക്ടിവിറ്റീനെയാണ് സർക്കുലർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അറിയാതൊരു കുട്ടി എന്താ സക്കിങ്, അതായത് അറിയാതെ ഒന്ന് സക്ക് ചെയ്ത് പോയി. അപ്പം അത് ആക്സിഡൻ്റലി സംഭവിച്ചു പോയതായിരിക്കാം ആദ്യത്തെ പ്രാവശ്യം, പക്ഷേ ലേറ്റർ ഓൺ ഇറ്റ് റിപ്പീറ്റ്സ് ഓൺ ദി ആക്ടിവിറ്റി ബിക്കോസ് ഓഫ് ദി കോൺസിക്വൻസ് ഓഫ് ഇറ്റ്. അപ്പം അതിനെയാണ് ഫസ്റ്റ് ഹാബിറ്റ്സ് ഓർ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ബേബി റിപ്പീറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്ഷൻസിനെയാണ് പ്രൈമറി സർക്കുലർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻസ്. അതായത് എനി ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് അതർ ഒബ്ജക്ട്സ്. ഇപ്പോൾ ആദ്യമായി ഒരു കളിപ്പാട്ടം ഷേക്ക് ചെയ്തപ്പോൾ ഒരു സൗണ്ട് കിട്ടി, വിച്ച് ഇസ് വെരി മച്ച് റിവാർഡിങ്. അപ്പം ആദ്യമായി ഇത് കിട്ടിയ സമയത്ത് അതിനൊരു ആക്സിഡൻ്റലി സംഭവിച്ചതായിരിക്കും ആദ്യമായി. പിന്നെ ലേറ്റർ ഓൺ ആ ഒരു ശബ്ദം വളരെ റിവാർഡിങ്, വളരെ പ്ലഷറബിൾ ആയി തോന്നി, അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റേജ് ഇസ് കോർഡിനേഷൻ ഓഫ് സെക്കൻഡറി സ്കീംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ റാറ്റിൽ എടുക്കാൻ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള ബിഹേവിയർ, ചിലപ്പോൾ അത് അടുത്തേക്ക് നീങ്ങി എഴുന്നേറ്റ് അത് എടുക്കാൻ കാണിക്കുന്ന ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ഉണ്ടല്ലോ, അത് ഇൻറ്റൻഷണൽ ആക്ടിവിറ്റി. ഒരു ഹിഡൻ ആയിട്ടുള്ള ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റോ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസിനെയാണ് കോർഡിനേഷൻ ഓഫ് സെക്കൻഡറി സ്കീംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻസ്. അതായത് ഒരു പുതിയ കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്സ് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് എ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി സബ് സ്റ്റേജസ് വിത്തിൻ സെൻസറി മോട്ടർ സ്റ്റേജ്. പക്ഷേ ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് സ്റ്റേജിൽ അമംഗ് ദി 4 പിയാഷെ സ്റ്റേജസിൽ ഏത് സ്റ്റേജിൽ അറ്റൈൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വിത്തിൻ ദി സെൻസറി മോട്ടർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ. ആൻഡ് ദെൻ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും പിയാഷെയുടെ തിയറിയുടെ ഭാഗമായി വരുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. സോ പിയാഷെ നോട്ട് ജസ്റ്റ് അബൌട്ട് കോഗ്നിറ്റീവ് സ്റ്റേജസ്, മോറൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനും വളരെയധികം ഒരു ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. സോ ഈ ഒരു പെർട്ടിക്കുലർ തിയറി പഠിക്കുമ്പോൾ തന്നെ, ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയ പഠിക്കുമ്പോൾ തന്നെ ഇൻ അലൈൻമെൻറ്റ് വിത്ത് ഇറ്റ് പഠിക്കേണ്ട മറ്റു പല തിയറീസ് അസോസിയേറ്റഡ് വിത്ത് മൊറാലിറ്റിയാണ് Carol Gilligan's theory, which talks about how women develop their morality. Then is all about Kohlberg in the moral development theory. So ഈ രണ്ട് തിയറികളും whenever you learn with Piaget theory പഠിക്കേണ്ട തിയറികളാണ് about morality.
Okay, so in this particular question, again you have to match the two separate lists. So heteronomous morality എന്ന് പറയുന്നത് എന്താണ്, autonomous morality എന്ന് പറയുന്നത് എന്താണ്, immanent justice എന്താണ്, and finally pre-conventional reasoning എന്താണ്. Okay, so we have to choose among the question answer, the options given, and the option is option 3,